Dear students, welcome to the first unit of the English textbook, Flights of Freedom. In the first chapter of the first unit, we can discuss an inspiring speech, The Three L's of Empowerment. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും പ്രചോദനമേകുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ്. ഇമാൻസിപ്പേഷൻ ആൻഡ് empowerment of women is of prime importance in every society. ഏതൊരു സമൂഹത്തിലും പ്രഥമ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ശാക്തീകരണവും. പരിമിതികളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നതിനെ ഇമാൻസിപ്പേഷൻ എന്നും സ്ട്രോങ്ങർ ആൻഡ് കോൺഫിഡൻറ്റ് ആക്കുന്നതിനെ എംപവർമെൻറ്റ് എന്നും നമുക്ക് പറയാം. In our country, we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? സ്ത്രീ സ്വാതന്ത്ര്യവും ശാക്തീകരണവും കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഭാഗികമായ വിജയം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. We have achieved partial success. എന്നാൽ നമുക്ക് ഇനിയും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റെക്വിസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം, അതിൻ്റെ റെക്വിസിറ്റ്സിനെ പറ്റി, അനിവാര്യതയെ പറ്റിയുള്ളതാണ് ഈ പ്രസംഗം. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്പീച്ച് The Three L's of Empowerment by Christine Lagarde. Good afternoon. It's great to be among friends and kindred spirits. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ ഒരേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ചിന്താഗതിക്കാരെയും അഭിസംബോധന ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. നമ്മുടെ ഈ കാലഘട്ടം നിരവധി വെല്ലുവിളികൾ കൂടിച്ചേർന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ രീതികളിലുള്ള ചിന്ത ആവശ്യമായി തീർന്നിരിക്കുന്നു. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് മറ്റൊന്നുമല്ല സ്ത്രീകളുടെ സാമ്പത്തികപരമായിട്ടുള്ള റോളാണ്. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ സ്ത്രീകൾ അവരുടെ അന്തർലീനമായിട്ടുള്ള കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും ഇന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇൻ സം കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം lag significantly because women are denied equal opportunity. ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരം നൽകുന്നത് അവഗണിക്കുമ്പോൾ, ഡിനൈ ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം വലിയ തോതിൽ മന്ദീഭവിക്കുന്നു. They represent half the world's population but contribute far less than 50% of economic activity. ലോക ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. എന്നാൽ സാമ്പത്തികപരമായി അവർ നൽകുന്ന കോൺട്രിബ്യൂഷൻ ഒരുപാട് ചെറുതും. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. ഈ ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാൻ നമുക്ക് വേണ്ടത് ഒരു കൺസേർട്ടഡ് എഫേർട്ടാണ്, കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. ഈ കൂട്ടായ പരിശ്രമത്തിലൂടെ അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്ന 3 L's, 3 L's, അതാണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്.
Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. ക്രിസ്റ്റിൻ ലഗാർഡ് മുന്നോട്ട് വയ്ക്കുന്ന 3 L's-ൽ ഒന്നാമത്തേത് ലേണിംഗ്. എന്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അതുണ്ടെങ്കിൽ ഏതൊരു മാറ്റവും നമുക്ക് സൃഷ്ടിക്കാനായിട്ട്, ബിൽഡ് ചെയ്യാനായിട്ട്, നിർമ്മിക്കാനായിട്ട് സാധിക്കും. സ്ത്രീകളെ അവഗണിക്കുന്ന രീതിയിലുള്ള ഈ ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ വിദ്യാഭ്യാസം അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. Nowhere is this more essential than in the developing world. വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, എസെൻഷ്യലായിട്ടുള്ളത് മറ്റെവിടെയുമല്ല, മറിച്ച് ഡെവലപ്പിംഗ് വേൾഡിലാണ്. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ആഫ്രിക്കൻസ് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതിനെയാണ് ആഫ്രിക്കൻ അഡേജ് എന്ന് പറയുന്നത്. വൈസ് സേയിങ് എന്നും പറയാം. അതിങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ, യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു ആണിന് പരിശീലനം നൽകുന്നതിന് തുല്യമാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ, യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങളൊരു ഗ്രാമത്തിനെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കാം. If learning is just the first step, labor is the second. ഒന്നാമത്തെ L ലേണിംഗ് ആണെങ്കിൽ, വിദ്യാഭ്യാസമാണെങ്കിൽ, രണ്ടാമതായി ക്രിസ്റ്റിൻ ലഗാർഡ് സൂചിപ്പിക്കുന്ന L ലേബർ അഥവാ അധ്വാനം എന്നതിനെയാണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകളിലുള്ള ട്രൂ പൊട്ടൻഷ്യൽ, അന്തർലീനമായ കഴിവുകൾ, അത് നേടിയെടുക്കാനും ഫ്ലറിഷ് ചെയ്യാനും അധ്വാനത്തിലൂടെ അല്ലെങ്കിൽ തൊഴിലിലൂടെ സ്ത്രീകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് അറ്റ് പ്രസൻറ്റ്, വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, they too often tend to get stuck in low paying, low status and low security jobs. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ തൊഴിൽ രംഗത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും അവർ നേരിടുന്നതാണ് ലോ പേയിങ് അഥവാ തുച്ഛമായ രീതിയിലുള്ള ശമ്പളം. അതോടൊപ്പം തന്നെ അവർക്ക് ലോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോ സെക്യൂരിറ്റി, ഇതും ആ ജോലി സംബന്ധമായ സ്ഥലങ്ങളിൽ നേരിടേണ്ടതായിട്ട് വരുന്നു. ഇവയെല്ലാം സ്ത്രീകളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം നിൽക്കുന്ന ഘടകങ്ങളാണ്. ഗ്ലോബലി, വിമൻ ഏൺ ഓൺലി 3/4 as much as men, even with the same level of education and in the same occupation. ആഗോളതലത്തിൽ പുരുഷന്മാർ നേടുന്ന സമ്പാദ്യത്തിൻ്റെ 3/4 മാത്രമേ സ്ത്രീകൾക്ക് നേടാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതും പുരുഷന്മാർക്ക് തുല്യമായ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ അവരുടെ അതേ ജോലി ചെയ്യുമ്പോൾ പോലും സ്ത്രീകൾക്ക് ഈ അവസ്ഥ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. Surely one of our most basic norms should be equal pay for equal work. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. തീർച്ചയായും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കണം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആശയം. സമകാലീന റിസർച്ചസ്, ഈ അടുത്ത കാലത്തെ ഗവേഷണങ്ങൾ കാണിക്കുന്നത്, നമ്മൾ ജെൻഡർ ഗ്യാപ്സ്, അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ അകൽച്ച എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, എടുത്തു കളയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ, അത് നമുക്ക് ആളോഹരി വരുമാനത്തിൽ, രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് കൊണ്ടുവരുന്നതിന് സഹായിക്കുമെന്ന് കാണിക്കുന്നു. We can undoubtedly promote more opportunity for women in the workplace. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുള്ള അവസരങ്ങളെ യാതൊരു സംശയം കൂടാതെ തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും, പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. ഇതെല്ലാം നിയമങ്ങളിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ്
സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്, അതായത് പാരമ്പര്യ സ്വത്തിൻ്റെ മേലെയുള്ള അവകാശം, അതിൽ സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നതിലൂടെ സാമ്പത്തികപരമായി സ്ത്രീകളുടെ നിലവാരം ഉയർത്തപ്പെടും. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വിദ്യാഭ്യാസവും ഹെൽത്ത് കെയറും എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. ഇതിനെല്ലാം ഉപരിയായി വലിയ തോതിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് വായ്പാ സൗകര്യവും നല്ല രീതിയിൽ ലഭ്യമാകേണ്ട ആവശ്യകതയുണ്ട്. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ലേണിംഗ്, അതായത് വിദ്യാഭ്യാസവും ലേബർ തൊഴിലും പ്രധാന 2 ഘടകങ്ങളാണ് വിമൻ എംപവർമെൻറ്റിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ് ദാറ്റ് enables women to rise and fulfill their innate abilities and talents. 3 L's-ൽ മൂന്നാമത്തേത് ലീഡർഷിപ്പാണ്. സ്ത്രീകളുടെ ഇനേറ്റ് ആയിട്ടുള്ള കഴിവുകളെ, ജന്മസിദ്ധമായ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരാനും ഫുൾഫിൽ ചെയ്യാനും കഴിവുള്ളവരാക്കി മാറ്റും എന്നുള്ളതാണ്. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ലീഡർഷിപ്പ് സ്ത്രീകൾക്ക് അവരുടെ ഇംപ്രൂവ്മെൻറ്റിനാവശ്യമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. The irony is that when women lead, they tend to do as good a job as others, if not a better job. ഇതിലൊരു വിരോധാഭാസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെറ്റർ ജോലി അല്ലെങ്കിൽ പോലും മറ്റുള്ളവർ എങ്ങനെയാണോ അവരുടെ ലീഡർഷിപ്പ് മുന്നോട്ട് നയിക്കുന്നത്, അതുപോലെ തന്നെ ബെറ്റർ ജോലി അല്ലാത്ത സാഹചര്യത്തിലും സ്ത്രീകൾക്ക് നയിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ്. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. ലീഡർഷിപ്പിൽ സ്ത്രീകൾ വരുമ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ളതാണ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അതും നല്ല കമ്പാഷനോടുകൂടെ, നല്ല മാനുഷിക പരിഗണനയോടുകൂടെ, ഇൻക്ലൂഷനോടുകൂടെ, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഇത്തരം രീതിയെല്ലാം ഫോളോ ചെയ്യാൻ സ്ത്രീകളുടെ ലീഡർഷിപ്പിന് വലിയ തോതിൽ സാധിക്കുന്നു എന്നുള്ളത് ഒരു നേട്ടമാണ്. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ, അതായത് ഇമ്മീഡിയറ്റായിട്ട് പണം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ലാഭം കൊയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഉപരിയായി സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. മത്സരാത്മകമായ സാഹചര്യത്തിൽ ഒപ്പമെത്താൻ സ്ത്രീകൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കുറവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നരേറ്റീവ് ഇൻ ദെയർ ഫേവർ. അങ്ങനെ തോന്നലുള്ള അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് കോൺഫിഡൻസോട് കൂടെ അത് റീസെറ്റ് ചെയ്യണം. അവർക്ക് അനുകൂലമായ രീതിയിൽ, സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ അവരുടെ മനസ്സിനെ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു dare the difference, to take risks and step outside their comfort zones. അതുകൊണ്ട് തന്നെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീകൾ മാറ്റത്തെ നേരിടാൻ ധൈര്യപ്പെടണം. വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. അവരുടേതായിട്ടുള്ള കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനും, അതായത് സുരക്ഷിതമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് പുറത്തേക്ക് വരാനും, ജീവിതത്തിലെ റിസ്കുകളെ ഏറ്റെടുക്കാനും തയ്യാറാവണം. Nonetheless, even those with the drive to succeed continue to face barriers. Whether we are talking about providing primary education for girls in a village
or executive positions for women in business. എന്നിരുന്നാലും വിജയിക്കാനുള്ള ഡ്രൈവോട് കൂടെ ജീവിതത്തിൽ വരുന്ന ബാരിയേഴ്സിനെ, തടസ്സങ്ങളെ തുടർന്നും നേരിട്ടുകൊണ്ടേയിരിക്കുക. ആ ബാരിയേഴ്സ് എന്ന് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ പെൺകുട്ടികൾക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചായിരിക്കാം. ഒരുപക്ഷെ ബിസിനസ്സിൽ സ്ത്രീകളുടെ എക്സിക്യൂട്ടീവ് പൊസിഷൻസിനെ ആസ്പദമായിട്ടായിരിക്കാം. എന്തു തന്നെയായാലും ആ ബാരിയേഴ്സിനെ തുടർന്നും നേരിട്ടുകൊണ്ടേയിരിക്കുക. ആ തടസ്സങ്ങളെ തുടർന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. യാതൊരുവിധ തടസ്സങ്ങളോ മുൻവിധികളോ കൂടാതെ, ഇംപെഡിമെൻറ്റോ പ്രജുഡിസോ കൂടാതെ തന്നെ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ജന്മസിദ്ധമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള അവസരമൊരുക്കേണ്ട സമയമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും. The 3 L's will help us get there. സ്ത്രീകളുടെ ഈ പൊട്ടൻഷ്യൽ നേടിയെടുക്കാൻ, ഈ അന്തർലീനമായ കഴിവിനെ സാക്ഷാത്കരിക്കാൻ ഈ 3 L's സഹായകരമായിരിക്കും. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. If we dare the difference will deliver. Thank you very much. ഇന്ന് നിങ്ങൾക്ക് മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആ മാറ്റം നാളെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും നിങ്ങൾ ആരാണെന്നും എന്താണെന്നും. തൻ്റെ വാക്കുകൾ സൂക്ഷ്മതയോടെ വിലയിരുത്തിയതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ലഗാർഡ് തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നു.